ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിന്റെ പിടിയിലാണ്. അതുകൊണ്ട് തന്നെ സഹതാരങ്ങളോടൊപ്പം അദ്ദേഹം ട്രെയിനിങ് നടത്തുന്നില്ല. മറിച്ച് ജിമ്മിലെ ചില വർക്കൗട്ടുകൾ മാത്രമാണ് നെയ്മർ ചെയ്യുന്നത്. നെയ്മറുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് UOL നൽകിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം ബ്രസീൽ ടീം നെയ്മർ ജൂനിയറെ ഇവാലുവേറ്റ് ചെയ്തിരുന്നു. പോസിറ്റീവായ പുരോഗതികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് UOL കണ്ടെത്തിയിട്ടുള്ളത്. അതായത് നെയ്മർ ജൂനിയർ ഇപ്പോൾ പരിക്കിൽ നിന്നും മുക്തനാവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിക്കവറിയിലെ ഒരു ഇമ്പോർട്ടന്റ് സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത ആഴ്ച ഗ്രൂപ്പിനോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കാൻ നെയ്മർ ജൂനിയർക്ക് സാധിക്കുമെന്നും ഇപ്പോൾ ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് തിങ്കളാഴ്ച മുതൽ ടീമിനോടൊപ്പം ട്രെയിനിങ് ആരംഭിക്കാൻ നെയ്മർക്ക് കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പരിക്കിന്റെ റിക്കവറിയുടെ കാര്യത്തിൽ പോസിറ്റീവായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത്. അതായത് വളരെ വേഗത്തിൽ നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബ്രസീൽ ഉള്ളത്. ബ്രസീലിന്റെ അടുത്ത മത്സരം അത് ഈജിപ്തിനെതിരെയാണ്. ആ മത്സരം വരുന്ന ഞായറാഴ്ചയാണ് നടക്കുക. ആ മത്സരത്തിൽ നെയ്മർ ഉണ്ടാകില്ല. പക്ഷെ അതിനുശേഷം നടക്കുന്ന ട്രെയിനിങ് സെഷനുകളിൽ നെയ്മർക്ക് താരങ്ങളോടൊപ്പം ട്രെയിനിങ് നടത്താൻ സാധിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ബ്രസീൽ ഉള്ളത്. പിന്നീടാണ് വേൾഡ് കപ്പിലെ ആദ്യ മത്സരം നടക്കുക. മൊറോക്കോയാണ് എതിരാളികൾ. ആ മത്സരത്തിൽ നെയ്മർക്ക് കളിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ഏതായാലും പോസിറ്റീവായ രൂപത്തിൽ തന്നെയാണ് നെയ്മറുടെ റിക്കവറി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.